ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റയലിൻ്റെ ഉറുഗ്വൻ സൂപ്പർ താരമായ ഫെഡെ വാൽവെർദെ ഇത്തവണ വലിയ ഒരു വിവാദത്തിലാണ് അകപ്പെട്ടത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ചുകൊണ്ട് ചുവാമനിയുമായി പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ തലക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഫെഡെ വാൽവെർദെയുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എൽ ചിരിങ്കിറ്റോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫെഡെ വാൽവെർദെയെ സ്വന്തമാക്കാൻ ഫ്രഞ്ച് കരുത്തരായ PSG ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പുമായി PSG കോൺടാക്റ്റ് നടത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. PSG സ്പോർട്ടിംഗ് ഡയറക്ടറായ ലൂയിസ് കാമ്പോസ് ആണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമ്പുമായി കോൺടാക്റ്റ് നടത്തിയിട്ടുള്ളത്. വരുന്ന സമ്മറിൽ അദ്ദേഹം അവൈലബിൾ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും താരമാണ് അവിടെ തീരുമാനം എടുക്കേണ്ടത്. താരത്തെ കൈവിടുകയാണെങ്കിൽ 80 മില്യൺ യൂറോ മുതൽ 100 മില്യൺ യൂറോ വരെ താരത്തിന് വേണ്ടി PSG ചിലവഴിക്കേണ്ടി വരും. നല്ല ഒരു തുക തന്നെ റയൽ ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും ഫെഡയെ സ്വന്തമാക്കാൻ ഇപ്പോൾ PSG താല്പര്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഫെഡെ വാൽവെർദെയാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. റയലുമായി ബന്ധപ്പെട്ട മറ്റൊരു റൂമർ കൂടി ഇറ്റാലിയൻ മാധ്യമമായ ട്യൂട്ടോ സ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതായത് യുവന്റസിന് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തുന്ന യുവ സൂപ്പർ താരമാണ് കെനാൻ യിൽദിസ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ റയലിന് താല്പര്യമുണ്ട്. പക്ഷേ ഈ സമ്മറിൽ അത് സാധിക്കില്ല എന്നുള്ളത് റയലിന് അറിയാം. കാരണം താരം യുവന്റസുമായി കോൺട്രാക്ട് പുതുക്കിയിരുന്നു. പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും യിൽദിസ് യുവന്റസ് വിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മുൻപന്തിയിൽ റയൽ ഉണ്ടാകും എന്നാണ് ട്യൂട്ടോ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഭാവിയിൽ യിൽദിസിനെ കൊണ്ടുവരാൻ തന്നെയാണ് അവരുടെ ഒരു തീരുമാനം. നമുക്കറിയാം, ഈ സീസണിലൊക്കെ മികച്ച പ്രകടനമാണ് ഈ തുർക്കിഷ് താരം പുറത്തെടുത്തിട്ടുള്ളത്. ഇറ്റാലിയൻ ലീഗിൽ 10 ഗോളുകളും 6 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കേവലം 21 വയസ്സ് മാത്രമുള്ള താരമാണ് കെനാൻ യിൽദിസ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.